നമ്മളെ ഫോണിൽ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഏറ്റവും പ്രധാനമായിട്ട് സൂക്ഷിക്കുന്ന കാര്യങ്ങളാണ് ഈ കോണ്ടാക്റ്റുകൾ. നമ്മൾ അടുത്ത ആൾക്കാരുതായാലും നമുക്ക് പ്രധാനപ്പെട്ട ആൾക്കാരുതായാലും എങ്ങനെയായാലും കോണ്ടാക്റ്റ് നമ്പറുകൾ നമ്മൾ സേവ് ചെയ്ത് വെക്കും. ഫോൺ കോണ്ടാക്റ്റുകൾ, ഈ കോണ്ടാക്റ്റുകൾ ഒരു പ്രശ്നം എന്താ വെച്ചാൽ അധികം ആൾക്കാരെയും പ്രശ്നമാണ് ഫോണൊന്ന് മാറ്റുന്നേരം അല്ലെങ്കിൽ ഫോണൊന്ന് ഫോർമാറ്റ് ആയി കഴിഞ്ഞാൽ ഈ കോണ്ടാക്റ്റുകൾ നഷ്ടപ്പെട്ടു പോവുക. ഇങ്ങനെ നഷ്ടപ്പെട്ടു പോകാണ്ടിരിക്കാൻ സുരക്ഷിതമായിട്ട് വെക്കാൻ ഒരുപാട് വഴികളുണ്ട്. നമ്മൾ സാധാരണ എന്താ ചെയ്യുക, ഗൂഗിളിൽ സേവ് ചെയ്ത് വെക്കും. അതിന് നിങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മളെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്തിട്ട് അക്കൗണ്ട്സ് എടുക്കുക. അക്കൗണ്ട്സ് എടുത്താൽ അതിൽ ഗൂഗിൾ എടുത്ത് ഏത് അക്കൗണ്ടിലേക്കാണോ നമുക്ക് സേവ് ചെയ്യേണ്ടത് ആ അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ട് അതിൽ സിങ്ക് ചെയ്ത് കൊടുത്താൽ മതി. ഇവിടെ കോണ്ടാക്ട് എന്നുള്ളത് സിങ്ക് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അന്നേരം ഗൂഗിൾ നമ്മളെ കോണ്ടാക്റ്റുകൾ ബാക്കപ്പ് എടുത്തിട്ട് ഗൂഗിൾ അക്കൗണ്ടിൽ സേവ് ചെയ്ത് വെക്കും. പക്ഷെ പലർക്കും ഇത് എങ്ങനെ ചെയ്യുക, വീണ്ടും അതെങ്ങനെ എടുക്കുക എന്നൊന്നും അറിയില്ല. ഇതിനുള്ളൊരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ നമ്മളെ ആ ഗൂഗിൾ അക്കൗണ്ട്, അതായത് ഈ ഫോണിലാണ്ട് ഈ ഫോണിൽ നമ്മൾ ഉപയോഗിക്കുന്ന ആ ഗൂഗിൾ അക്കൗണ്ട് നമുക്ക് നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ അത് ആ കോണ്ടാക്ട് നഷ്ടപ്പെടും. തിരിഞ്ഞിക്കോ സംഭവം. എന്നാൽ ഇതിനേക്കാണ് എളുപ്പത്തിൽ നമുക്ക് മറ്റൊരു ഫോണിലേക്ക് ഷെയർ ചെയ്യാനും കൂടിയൊക്കെ കഴിയുന്ന രീതിയിൽ നമുക്ക് നമ്മളെ കോണ്ടാക്റ്റുകൾ ഗൂഗിളിൽ തന്നെ സേവ് ചെയ്ത് വെക്കാം. അതെങ്ങനെ? നമുക്ക് ഗൂഗിൾ ഡ്രൈവിലേക്ക് ഒരു കോണ്ടാക്ട് ഫോർമാറ്റിൽ തന്നെ സേവ് ചെയ്ത് വെക്കാം. അതിന് നിങ്ങൾ ഗൂഗിളിന്റെ കോണ്ടാക്ട് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ എടുക്കണം. ഒരുപാട് ഫീച്ചറുകളൊക്കെ ഉണ്ട്. സെക്യൂർ ആണ്, സേഫ് ആണ്, ഗൂഗിളിന്റെ തന്നെയാണ്. ഇതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. അത് ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഉപയോഗിച്ചോ. ഒരു പ്രാവശ്യം നിങ്ങൾ ഇതൊന്ന് ഷെയർ ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചാലും കുഴപ്പമില്ല, അല്ലെങ്കിൽ സ്ഥിരമായിട്ട് ഉപയോഗിച്ചാലും കുഴപ്പമില്ല. നമ്മളെ ഡീഫാൾട്ട് കോണ്ടാക്ട് ആപ്ലിക്കേഷനായിട്ട് ഇത് ഉപയോഗിക്കുകയും ചെയ്യാം. ഇത് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളെ കോണ്ടാക്റ്റുകൾ തീർത്ത് ഇതിൽ വരും. ഇതിൽ വന്നു കഴിഞ്ഞാൽ എല്ലാ കോണ്ടാക്റ്റും അല്ലെങ്കിൽ സൂക്ഷിച്ചു വെക്കേണ്ട കോണ്ടാക്റ്റുകൾ ഇങ്ങനെ സെലക്ട് ചെയ്യുക. ജസ്റ്റ് ഒന്ന് ലോങ് പ്രസ് ചെയ്തിട്ട് ഇങ്ങനെ സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. അല്ലെങ്കിൽ ഇവിടെ 3 ഡോട്ട് കാണും. ആ 3 ഡോട്ട് ക്ലിക്ക് ചെയ്തിട്ട് സെലക്ട് ഓൾ കൊടുക്കുക. അതിനുശേഷം എന്ത് ചെയ്യുക, നിങ്ങൾ ഈ മേലെ ഒരു കൊക്കയും കുളത്തും കാണും. മേലോട്ടും താഴോട്ടുള്ള ഒരു കൊക്കയും കുളത്തും, അതിന് മുന്നിൽ വട്ടക്കണ്ണിയൊക്കെ ഉണ്ട്. ഷെയർ ചെയ്യാനുള്ള ഒരു ഐക്കണാണ്, അതെല്ലാവർക്കും അറിയാൻ തോന്നുന്നു. അതൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഷെയർ ചെയ്യേണ്ട മീഡിയ, ഏത് മീഡിയയിലേക്കാണോ ഷെയർ ചെയ്യേണ്ടത് ഒക്കെ ഇവിടെ വരും. അതിൽ നമ്മൾ ഗൂഗിൾ ഡ്രൈവ്, സേവ് ടു ഡ്രൈവ് എന്നുള്ള അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. സെലക്ട് ചെയ്താൽ നമുക്ക് ഏത് അക്കൗണ്ടിലേക്കാണ്, നമ്മളെ ഫോണിൽ ഒന്നിലധികം അക്കൗണ്ട് ഉണ്ടെങ്കിൽ ഏത് ഗൂഗിൾ അക്കൗണ്ടിലേക്കാണെന്ന് ഇവിടുന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇവിടെ പേര് വേണമെങ്കിൽ അതും മാറ്റി കൊടുക്കട്ടോ. VCF ഫയലായിട്ടാണ് നമ്മളെ ഡ്രൈവ് സേവ് ആകുക. ഞാനിപ്പം ജസ്റ്റ് കാണിച്ചു തരാൻ വേണ്ടി ചെയ്യുന്നതുകൊണ്ട് ജസ്റ്റ് സേവ് കൊടുക്കാം. സേവ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ ആ കോണ്ടാക്റ്റുകൾ തീർത്ത് ഇതിൽ അപ്ലോഡാകുന്ന അപ്ലോഡഡ് 1 ഫയൽ എന്ന് പറഞ്ഞ് അത് അപ്ലോഡായി കഴിഞ്ഞ് ഇനി നമുക്ക് അപ്ലോഡായ ആ ഫയലൊന്ന് എടുത്തു നോക്കാം. നമ്മൾ അപ്ലോഡ് ചെയ്ത ആ ഫയൽ ഇവിടെ നമുക്ക് കാണാനാവും. ഓപ്പൺ ചെയ്താൽ നമുക്കത് മുഴുവനായിട്ട് ഇവിടുന്ന് കോണ്ടാക്റ്റിലേക്ക് എക്സ്പോർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഏത് കോണ്ടാക്റ്റിലേക്കാണോ അതിലേക്ക് ഓപ്പൺ ചെയ്യാം. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ 3 ഡോട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സെൻഡ് എ കോപ്പി എന്നുള്ള ഒരു സംഭവം കാണും. ഈ സെൻഡ് എ കോപ്പി ക്ലിക്ക് ചെയ്താൽ നമുക്ക് നമ്മളെ മറ്റൊരു ഫോണിലേക്ക് മൊത്തത്തിൽ ഏതിൽ കൂടെ ഇത് ഷെയർ ചെയ്യാനാവും. ഇപ്പം വാട്സപ്പ് കൂടെ ഒന്ന് ഷെയർ ചെയ്യുന്ന ഞാനൊന്ന് കാണിച്ചു തരാം. വാട്സപ്പ് ക്ലിക്ക് ചെയ്ത് വാട്സപ്പിൻ്റെ ഐക്കൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് വാട്സപ്പിലേക്ക് പോകും. ഇനി നമുക്ക് ഏത് ഫോണിലേക്കാണോ ഷെയർ ചെയ്യേണ്ടത് ആ ഫോണിലെ വാട്സപ്പ് സെലക്ട് ചെയ്തിട്ട് സെൻഡ് കൊടുക്കുക. സെൻഡ് കൊടുത്താൽ ഇവിടെ നിങ്ങൾക്ക് കാണാം ഓരോ നമ്പറും വേറെ വേറെ ആയിട്ട് നമുക്ക് അതിലേക്ക് കിട്ടുകയും ചെയ്യും. അതിൽ ഇതുപോലെ ആഡ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആഡ് ചെയ്യുകയും ചെയ്യാം. എങ്ങനെ അടിപൊളി പരിപാടിയല്ലേ? ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളെ കോണ്ടാക്ട് ഒരിക്കലും നഷ്ടപ്പെട്ടു പോകുകയില്ല. ഒരു ഫോണിൽ നിന്ന് മറ്റൊരു ഫോണിലേക്ക് ഷെയർ ചെയ്യാൻ എളുപ്പമാണ്. വളരെ സുരക്ഷിതമായിട്ടും സെക്യൂർ ആയിട്ടും നിങ്ങളെ കോണ്ടാക്റ്റിൽ സൂക്ഷിച്ചു വെക്കുകയും ചെയ്യാം. സംഭവം അങ്ങനെ ഇത് നിങ്ങൾക്ക് ഉപകാരം തോന്നിക്കിന്റെ ചങ്ങായിമാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കണ്ട. വീഡിയോ ഇഷ്ടപ്പെട്ടിക്കിന്റെ ഒരു ലൈക്കും കൊടുത്തേക്ക്. പാവം നമുക്ക് ഒരു ബൂസ്റ്റ് ആയിക്കോട്ടെ. നമുക്ക് അടുത്ത വീഡിയോയിൽ നല്ല സെഗ്മെന്റ് കാണാം. നിങ്ങളെ സ്വന്തം മുത്തൂസ് മെപ്പയൂർ. താങ്ക് യു സോ മച്ച്.